ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ ശക്തിയായ മഴയും നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡോർ വേഗം അടച്ചു, കാരണം ഞാൻ അവിടെ ഇരിക്കുന്നില്ല. ഞാൻ ബെഡ്റൂമിലേക്ക് പോയിട്ട് എൻ്റെ യൂട്യൂബ് വർക്കാണ് ആദ്യം ചെയ്യുന്നതെന്ന്. എങ്കിലും എല്ലാം തുറന്നൊക്കെ ഇട്ടിട്ട് വാതിലെല്ലാം ലോക്ക് ചെയ്തൊക്കെ ഇട്ടേക്കുന്നതൊക്കെ തുറന്നൊക്കെ ഇട്ടിട്ട് വെറുതെ ഒന്ന് ചാരി വെച്ചിട്ട് ഞാൻ യൂട്യൂബ് വർക്കിന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വാതിൽ അടച്ചില്ലെന്നുണ്ടെങ്കിലുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴയത്ത് നമ്മുടെ മുറ്റത്ത് തവളയൊക്കെ ഉണ്ടാവും. ഈ തവളകൾ തുറന്നിട്ടേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ പതിയെ ചാടി ചാടി അകത്തേക്ക് കയറി വല്ലയിടത്ത് ഒളിച്ചിരുന്നിട്ട് കരയാൻ തുടങ്ങും. ഈ കരച്ചിൽ എവിടെയാണെന്ന് തൊട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല. തവള എവിടെ കയറി ഹൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ ഡോറ് പൂട്ടിയത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ആരെങ്കിലും നോക്കിയിരിക്കണം. അപ്പോൾ തവള കയറി വന്നാലും നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ പാമ്പൊന്നും ഇവിടെ ഇല്ല. ഈ തവളയുടെ ഒരു പ്രശ്നമുണ്ട്, ഇടയ്ക്ക് ചാടി അകത്തേക്ക് വന്ന് കയറും. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് വർക്കുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ ഇത് സാറ്റർഡേ വ്ളോഗാണ് കേട്ടോ. മുട്ട ഞാൻ വേവിക്കാനായിട്ട് ആ ചെറിയ കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സവാളയെല്ലാം കട്ട് ചെയ്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ല, വെളുത്തുള്ളി ഇഞ്ചി പൊളിക്കേണ്ടത്. അതുകൊണ്ടാണ് സവാളയും പച്ചമുളകും മാത്രം കട്ട് ചെയ്ത് വെച്ചത്. സാധാരണ നമ്മൾ മുട്ട കറി എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ ആയതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. മുട്ട കറി ഉണ്ടാക്കി, പുട്ടുമൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം പിന്നെ ഞാൻ ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റയൻ വന്നത് ഫ്രൈഡേ ആയിരുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതല്ല, ബീഫ് മേടിക്കാനായിട്ട് പുള്ളിനെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫായിട്ടാണ് ഫോൺ ഇരുന്ന് വെച്ചത്. അപ്പോൾ അന്ന് മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ സാറ്റർഡേ രാവിലെ തന്നെ നമ്മൾ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 കിലോ ബീഫാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ സൺഡേ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ബീഫ് എന്തായാലുമൊക്കെ വിളമ്പി വെക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഇത് കുക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് റൂബിക്കും പിന്നെ ബീഫ് എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റയന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ബീഫ് എന്തായാലും, ക്യാബേജ് തോരൻ, മോരുചാറ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മളതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ഫുഡാണ്, ഉച്ചക്കുള്ള ലഞ്ചാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഞാൻ ഉണ്ടാക്കിയ ബീഫ് എന്തായാലും ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് എന്തായാലും കുറച്ച് വലിയ പീസായിട്ടാണ് നമ്മൾ അരിയാറ്. അപ്പോൾ അങ്ങനെ, കാരണം ബീഫ് എന്തായാലും എന്ന് പറയുമ്പോൾ ഒരു പീസ് വെച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് സാധാരണ ഞങ്ങളുടെ ഓരോ ഫംഗ്ഷനിൽ ഒരു പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. പൊടികളും കൂടി ഒന്ന് പതിയെ ഇത് മൊരിഞ്ഞതിന് ശേഷം ആ പൊടിയും കൂടി പത്തി ഒന്ന് ഇട്ടിട്ടൊന്ന് മൊരിച്ചെടുക്കട്ടെ. നേരത്തെ ഞാൻ ചെയ്യണത് എപ്പോഴും എല്ലാം കൂടി പച്ചക്ക്, അതും വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞിട്ടാണ്. കാരണം എപ്പോഴും ഞാൻ പറയാറുണ്ട്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിന് ഒട്ടും എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടും നല്ല തിക്ക് ഗ്രേവി ആയിട്ടും കിട്ടും. കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാല മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഞാൻ വിന്താലുവിൽ ഇടുന്നത്. പലരും പല രീതിക്കാണ് വെക്കണം കേട്ടോ. കുരുമുളക് പൊടിയും ചിലവർ ഇത്തിരി മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതുണ്ട്. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഈ 3 പൊടികളിടുന്ന ആ ഒരു രുചി ആയതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇതൊന്നും ചേർക്കാറില്ല. ഇതിൻ്റെ കളറും ഒക്കെ അങ്ങോട്ട് മാറിപ്പോവുകയും, അതാണ് വിന്താലു ഇറച്ചിക്ക് ഒരു റെഡ് കളറാണുള്ളത്. അപ്പോൾ ആ കളറൊക്കെ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ അങ്ങോട്ട് വേറൊരു കളറായിപ്പോവും. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായിട്ട് മൊരിഞ്ഞ് നമ്മുടെ പൊടികളും നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സവാളയും പച്ചമുളകും അങ്ങോട്ട് ഇട്ട് വേപ്പിലയും കൂടി ഇട്ടിട്ട് വെറുതെ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് ഉടനെ തന്നെ കഴുകി ഊറ്റി വെച്ച് ഇറച്ചി കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വിനാഗിരിയും കൂടി ഇട്ട് 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ വിനാഗിരിയും കൂടി ഇട്ടിട്ടുണ്ട്.
എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് വേവിക്കണത്. എങ്കിലും വെന്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് വെള്ളം കാണും. അപ്പോൾ ആ വെള്ളം ഒന്ന് തുറന്ന് വെച്ച് വറ്റിക്കുക. പിന്നെ ആവശ്യമെങ്കിൽ ചെറിയ ഉള്ളിയും വേപ്പിലയും കൂടി ഒന്ന് താളിച്ച് ഇടാം. ഞാനിപ്പോൾ ഏതായാലും ഇടുന്നില്ല. നമ്മൾ ആദ്യം ഒന്ന് വഴറ്റിയ സ്ഥിതിക്ക് അതിനകത്ത് എണ്ണയുണ്ട്, അപ്പോൾ കൂടുതൽ എണ്ണ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ ഇറക്കുന്ന സമയത്ത് 2 തുള്ളി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വേണം ഇറക്കാനായിട്ട്, നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട്. പിന്നെ കുറച്ച് ഇറച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നല്ല, റൂബിക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങോട്ട് വെച്ചേട്ടാ. അപ്പം നമ്മുടെ ഡോഗിൻ്റെ ഫുഡിൽ ഒരിക്കലും ഉപ്പിടരുത്. ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ ചൊറിച്ചിലും രോമം കുഴിച്ചിലും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഉപ്പിടരുതെന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടിയിട്ട് ഞാൻ വേവിക്കാൻ വെച്ച്. ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെ നമ്മൾ ചാള വറുത്തത്, കൊഴുവ പീര പറ്റിച്ചതും കൊഴുവ തേങ്ങ അരച്ച കറിയും എല്ലാം ഉണ്ടായിരുന്നില്ലേ റയൻ വന്ന ആ ദിവസം. അന്നത്തെ രാത്രി റിച്ചാർഡ് പുറത്തു നിന്നൊക്കെ നമുക്ക് ചിക്കിങ്ങൊക്കെ വാങ്ങിച്ചിട്ട് തന്നതുകൊണ്ട് തന്നെ രാത്രി ഫുഡ് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ബാക്കി ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചതുകൊണ്ട് തന്നെ ഈ കറികളെല്ലാം നമുക്ക് ഉണ്ട്. അങ്ങനെ നമ്മുടെ വിന്താലും ഇറച്ചിയൊക്കെ ഉച്ചക്ക് എടുക്കേണ്ടി വന്നില്ല. രാത്രിയും പിറ്റേ ദിവസമൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തൊരു പണി, ബീഫ് ബാക്കിയിരിക്കുന്നത് ഒന്ന് കട്ട് ചെയ്ത് ഫ്രീസറിലേക്ക് കൂടി വെക്കണം. അപ്പോൾ ഇന്നത്തെ ജോലി ഇതോടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റയൻ്റെ മുടി വെട്ടിക്കാനായിട്ട് റിച്ച് അടവന കൊണ്ടുപോയിട്ടുണ്ട്. അതൊരു ബ്യൂട്ടി പാർലറിൽ ഇവർ രണ്ടാളും വെട്ടുന്ന സ്ഥലത്താണ് കൊണ്ടുപോയത് കേട്ടോ. കൊച്ചു ഓളി വന്നതാടാ കറിക്കാർ കൊച്ച് എവിടെ നോക്കട്ടെ, ഞാൻ ഇങ്ങോട്ട് അടുത്തേക്ക് പോവാൻ മുടിയെ. വേറെ ആളാണോ? എവിടെ 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 അയ്യോ ഇതെന്തിങ്ങനെയൊക്കെ കട്ട് ചെയ്ത് എന്തിനാ സ്റ്റൈല്? വെറുതെ വൃത്തിയേടാക്കി വിട്ടേക്കണത് പുറകിൽ. എവിടെ കൊച്ചെ? ഇത് നമ്മളിങ്ങനെയൊന്നും വെട്ടാറില്ല, മാന്യമായിട്ടാണ് വെട്ടണത്. അല്ല ഇവന്റെ മുടി വേഗം വളരും. ഇവിടെ ഏതായാലും കുറച്ച് വളർന്നു കഴിയുമ്പോ ഇവിടെ വെട്ടിക്കാം നമുക്ക്. ഇതെങ്ങാട് പോണത്? അത് ചെടി വളർന്നിട്ട് നമ്മ പിടിപ്പിച്ച് കയറ്റിയേക്കണേ. അവരുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിപ്പിച്ച് കയറ്റിയേക്കണേ. കണ്ടടാ മുടി വെട്ടിച്ചവൻ തന്നെ നിന്നെ നോക്കി ചിരിക്കണ കണ്ടടാ. എടാ അവിടെ കുത്തിയിട്ട് ഇറങ്ങിയിട്ടില്ലല്ലോ. 10 മിനിറ്റ് കൊണ്ട് ഒരു 50% കേരളത്തിന് അവിടെ ടെസ്റ്റ് ഒക്കെ ചെയ്യണല്ലോടാ. അല്ലെന്ന് ആ സാധനം എടുത്തോണ്ട് പോ, പവർ ബാങ്ക് എടുത്തോണ്ട് പോ. കാറിലിട്ട് അങ്ങോട്ട് പവർ ബാങ്ക് കാലിയാക്കി കൊണ്ടുവന്ന് വെച്ചെന്ന് തോന്നണ്. ഇതേ സാധനം തിരിച്ചു വിടാനുള്ള കൊടുത്തേക്കോ. മുണ്ടല്ലടോ അയാളുടെ സാധനമുള്ളത്. ഒന്നുമില്ല, വെറുതെ കൊടുത്താൽ മതി. എടോ അയാളുടെ ലഗേജ്, അയാളുടെ ഡെലിവറി ബോയ് അല്ലേ. എന്താ കേറണില്ലേ? അമ്മയുടെ മുത്ത് കൊച്ചു പോണുണ്ടാ? ഇങ്ങനെ പോയേക്കണേ എന്തൊരു ചൊറിച്ചില്. കുഴപ്പമില്ല. ചായപ്പൊടിയാ ലൈറ്റായിട്ട് ഇട്ടാ ചെയ്താ. ആ എന്നാ ഇത്തിരി കൂടി അതിന് ഷൂസൊക്കെ ഇടണ്ടേ? ആ കൊള്ളാം, ഒരു കാര്യം ചെയ്തിട്ടില്ല. റിച്ചാർഡ് റൂബി മുമ്പിലുണ്ടാ, പറഞ്ഞേരടാ. റൂബി എന്റെ വിളി അങ്ങനെ ആയിരുന്നു. പോയിട്ടും പറ്റേ. ഇവിടെ കൂടി പറഞ്ഞാൽ മതി, അവള് തുറക്കാൻ സമ്മതിക്കൂല.
എന്താണ് വെള്ളം നല്ല വെള്ളം അടിക്കണം അല്ലേ? ആ ഓക്കെ. അപ്പോൾ റയൻ്റെ ഹെയർ കട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻസിൽ പറയണേ. ഞങ്ങൾക്ക് മഹാ ബോറായിട്ടാണ് തോന്നിയത്. കാരണം ഈ ഹെയർ കട്ടൊക്കെ ചെയ്ത് നടക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇങ്ങനത്തെ ഒരു മാന്യമായിട്ടുള്ളൊരു ഹെയർ കട്ട് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും ഇഷ്ടം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെട്ടെന്ന് ഇവൻ പറഞ്ഞ് അതോടുകൂടി ഇവൻ്റെ തല അവർക്ക് ഒരു കരകൗശല വസ്തുവായി മാറിയെന്ന് വേണം പറയാൻ. അവരുടെ കഴിവുകൾ തെളിയിക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് ഇവൻ്റെ തല ഉപയോഗിച്ചെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഇവൻ്റെ തലയിൽ ഒരുപാട് മുടി ഇങ്ങനെ നിൽക്കണമായിരുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് വെട്ടി പഠിക്കുകയല്ല. അപ്പോൾ അങ്ങനെ ഒരു കരകൗശല വസ്തുവായിട്ട് മാറിയ പോലെ ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ അവർ ഭക്ഷണം എല്ലാം കഴിച്ച് പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയി വെട്ടുന്നതുകൊണ്ട് തന്നെ തല കഴുകിയിട്ടാണ് അവർ വിടുന്നതല്ല. അതുകൊണ്ട് കുളിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. ഊണ് കഴിച്ചതിന് ശേഷം പപ്പയും പിള്ളേരും കൂടിയിട്ട് റയന് ഫോൺ എടുക്കാൻ പോയി. അവിടെ ചെന്ന് ഫോൺ എടുക്കുന്നതാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അത് ഫോൺ ഏതാണ് എടുത്തതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഇന്നലെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഫീച്ചറുകളെല്ലാം റയൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫോണാണ് കേട്ടോ. അപ്പോൾ പപ്പയ്ക്കും ചില കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പപ്പ അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും മാത്രമേ പോകുള്ളൂ. ഏതായാലും പോകുമ്പോൾ പിന്നെ വേറെ സെപ്പറേറ്റ് പോകണ്ടല്ലോ, ഒന്നിച്ചങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പപ്പയും കൂടെ പോയതാണ്ട. പിന്നെ പപ്പയ്ക്ക് ഇതുപോലെ ഗാഡ്ജറ്റ്സ് ഇലക്ട്രോണിക്സിൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം തന്നെ വെറുപ്പിക്കൽ അത്ര കണ്ടോടാ അതങ്ങോട്ട് വെച്ച് കട്ടാക്ക്. അത് മേടിച്ച് 2 ആഴ്ചക്കുള്ളിൽ അത് ഒടിഞ്ഞു. അപ്പം വീണ്ടും മേടിച്ചേക്കണേ. ഒടിഞ്ഞതും വെച്ചാണ് ക്ലൂറിൽ ഇപ്പം തുടച്ചുകൊണ്ടിരിക്കണത്. ഏതായാലും എടാ കട്ടൻ ചായയൊക്കെ കുടിക്കടാ നിങ്ങൾ. പഴം തന്നെ ഇവരിപ്പോഴാണ് കയറി വന്നത്. പപ്പയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കൂട്ടുകാരെ വിളിച്ചിട്ട് ഇതേ പുറത്ത് തന്നെ നിൽക്കണേ. നിങ്ങളുടെ കയറിയിട്ടും കൂടിയില്ല. എടാ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് ഞാൻ പറയണത് വിശ്വാസമില്ലാത്ത പോലെയാണ് അവർ പപ്പനെ നേരിട്ട് വിളിച്ചു ചോദിക്കണത്. അങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കംപ്ലൈൻറ്റ് സാധനമേ കിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റ് അല്ലടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് അല്ല ഒരു ഹോളിലോട്ട് വീണ ഒരുപാട് താഴ്ചയിലോട്ട് പോകാനുണ്ട്. എടോ ഇത് ഇത് മോളിൽ ഇതിട് പിരിയുണ്ട്. അതായത് നിന്റെ കപ്പ് നോക്ക്. മിസ്സിംഗ് ഒന്നും ഇല്ലടോ, അത്രേ ഉള്ളു. ആ കപ്പിന്റെ അവിടെ നിങ്ങൾ മാറ്റി പിടിച്ചോ. എന്റെ സെക്കൻഡ് ഓഫീസർ പോലും ഇതിങ്ങനെ ആക്കി. എന്നിട്ട് ഇവൻ ഇതുപോലെ തന്നെ വീണ്ടും മേടിച്ച് വേഗൊടിയും. ഇതിപ്പോ 3rd വണ്ണാണിത്. ആദ്യത്തെ കുറച്ചധികം നാള് നിന്ന് ആ സൈഡിൽ അത് ഇവിടെ വെച്ചേക്ക്. അതെ അവിടെ ഇരിക്കട്ടെ. എന്റെ ചെരിപ്പിങ്ങതാ. കുളിക്കാനുള്ള കുളിച്ച് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ തരാം. മതി. അതെ അത് ലൈറ്റ് ഓഫ് ചെയ്തു. ഇത് പുറത്ത് നമുക്ക് പായലിടുക. വാ നാണം കെട്ട് പണം ഉണ്ടാക്കിയ നാണക്കേടെ പണം മാറ്റുന്ന അമ്മിയുടെ മുത്തിനെ കൊച്ചിനെ കൊണ്ടടക്കണേ. എല്ലാരും രൂപം കൊണ്ടടക്കണേ. അറിയാം. ദൈവം ആ ബാക്ക് സൈഡൊക്കെ തടിച്ചായിട്ടിരിക്കണേ. ബാക്ക് സൈഡൊക്കെ ഇതല്ല തടിച്ചായിട്ടിരിക്കണേണ്. കൊച്ചിന്റെ മുഖം നല്ല ചന്തോടാ കാണാൻ. താഴെ ഇറക്ക്. ഭയങ്കര ഇഷ്ടമാണ് റൈസായിട്ട് കൊണ്ടു നടക്കുന്നത്.
ഞാനിവിടെ കിടക്കുക, ഇവിടെ എല്ലാവരും കൂടി ഇരിക്കുക. പപ്പ ഇതുവരെ അത്തോട്ട് കയറിയിട്ടില്ലടാ. അപ്പം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് തന്നെ ഇന്ന് കൂട്ടുകാരോട് വർത്തമാനം പറഞ്ഞേ. എവിടെയാണ് കയ്യാണോ എടാ? ആ ഇനി ഫാറ്റിമ ഡോക്ടർ തിങ്കളാഴ്ച പോയില്ലെന്നുണ്ടെങ്കിൽ നീയൊക്കെ ബാങ്കിൽ ആര് പറഞ്ഞ് എന്ത് എപ്പ ഒരു 10 കൊല്ലം മുമ്പ് റൈനത്ത് അറിയില്ലായ ഇരിക്കേണ്ട സ്ഥലത്ത് ഇപ്പൊ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കണമെന്ന് അർത്ഥം പറഞ്ഞത്. അപ്പൊ റിച്ചാർഡ് ഇവിടെ, റോജർ ഇവിടെ. റോജർ ഇത്ര നേരം മുകളിൽ തന്നെ ഇരുന്നടാ. ഞാനതുകൊണ്ട് ഇപ്പോഴായിട്ട് ഇവിടെ താഴെ എടുത്ത് ഇവിടെയും കൂടി ഇരിക്കണുണ്ട്. എൻ്റെ ചുറ്റും ഒരു 4 പേര് ഇരിപ്പുണ്ട്. ചുറ്റും പോലീസാൻ്റെ. ഇവർ ഫോൺ മേടിച്ച് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ചായയൊക്കെ ഇട്ട് ഞാൻ കൊടുത്തത്. പപ്പ മാത്രം അകത്തേക്ക് കയറിയിട്ടില്ല. കാരണം കാറങ്ങോട്ട് വാതിക്കൽ വന്ന സമയത്ത് തന്നെ പപ്പനെ വെയിറ്റ് ചെയ്ത് 1-2 പേര് അവിടെ ഫ്രണ്ട്സ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെ കൂടി പപ്പ അവിടെ നിന്ന് സംസാരിക്കണേണ്. അകത്തേക്ക് കയറാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ മാത്രം ഇത് ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കണേണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഗ്രോസറി ഒന്ന് പൊട്ടിക്കണം. ഇത്തവണ ഞാൻ അധികം സാധനങ്ങൾ എടുത്തിട്ടില്ല. ഇപ്പം ഞാൻ ഇല്ലടാ 800 രൂപ ആകുമ്പോൾ തന്നെ നിർത്തിക്കളയണേ. പക്ഷെ ഇത്തവണ ഇല്ലേ 1 കിലോ പഞ്ചസാര, 1/2 കിലോ പഞ്ചസാര മാത്രമേ കിട്ടിയുള്ളൂ. അത് ഇങ്ങോട്ട് കാണിച്ചേ, ഉണക്കമുളകാണ് എനിക്ക് കട്ട് ചെയ്ത് അത് തന്നെ കട്ട് ചെയ്തിടാനായിട്ട്, കറി താളിക്കുമ്പോൾ ഇടാനായിട്ട്. ബ്രെഡല്ല, കിച്ചൺ ടവലാണിത്. നിസ്സാര വിലയാണ്. 120 എത്ര രൂപയുള്ളതിന് 4 എണ്ണം ഉണ്ട്. 450 rupees. അത് നോക്കേണ്ട കാര്യമില്ല. ഞാൻ അപ്പുറത്ത് ഫോൺ ചാർജ് ചെയ്യുന്ന ഫോണിലാണ്. അത് ഇത് 2 എണ്ണം ലേറ്റ് ആയിട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവര് വേറെ പാക്ക് ചെയ്ത് വിട്ടത്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഭയങ്കര ലാഭമല്ലേ. 140 120 എത്ര അത് നോക്കണ്ടേ. ആ അതിൻ്റെ വില ഞാൻ പറഞ്ഞു കൊടുക്കാം. എവിടെ കണ്ണന്തേവൻ സ്ട്രോങ് ഇത് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. വലിയ ഗുണമൊന്നുമില്ല. ഇതെങ്ങോട്ട് പോണെന്ന് കോക്കനട്ട് ഓയില്. അത് റൈസ് ബ്രാൻ ഓയില്. അതെ. ഒരു ബദാമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. റയൻ ബദാമിൻ്റെ ആണല്ലേ. ബദാം ആൽമണ്ട്സ് നല്ല വലുതാണ് കേട്ടോ. ആ കപ്പലണ്ടി 1 കിലോ കപ്പലണ്ടി. ഒരു സാധനം കൂടി 1/2 കിലോ പഞ്ചസാര ഇല്ലേ. ഇത്തവണ ഒരു സാധനം മാത്രമേ ഒരു പ്രൊഡക്റ്റ് തീരുന്നുള്ളൂ. അല്ലെങ്കിൽ 1 രൂപയ്ക്ക് 2 പ്രൊഡക്റ്റ് തന്നെ ഉണ്ട്. അത് തന്നെ. അപ്പം ഞാൻ ഇതിൻ്റെ വില പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഈ കിച്ചൺ ടവൽ ഫ്ലിപ്കാർട്ട് അഷ്വേഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചീപ്പാണ്. 144 ആണ് ഇതിൻ്റെ വില. പിന്നെ നമ്മൾ ആ ബദാം കാണിച്ചില്ലേ 200 ഗ്രാം, അതിന് 149 ആണ് വില. 4 എണ്ണം. ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുമോ? നമ്മുടെ മറ്റേ ടവൽ പോലത്തെ സാധനം ഉണ്ടല്ലോ, നാപ്കിൻസ് ടിഷ്യൂൻ്റെ, അത് നേരെ കുറച്ചും കൂടി ബെറ്ററാണ്. ഇത് ഞാൻ നേരത്തെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര വിലയിരുന്നതുകൊണ്ട് ഞാൻ നിർത്തിക്കളഞ്ഞതാണ് മേടിക്കൽ. ഇതിപ്പോൾ ഭയങ്കര എന്താ കൈ പൊട്ടിയാ? എന്തുവാടാ ഇത്? ഇത് നമ്മൾ എന്തെങ്കിലും ഒരു ഹോൾഡറിൽ ഇടണം. നമ്മുടെ അതിൽ ഹോൾഡറൊന്നും ഇല്ല. ഡിസ്പെൻസറില്ലേ, നമുക്ക് അവിടെ തുടക്കാനും എടുക്കാനും മതി. ഇത് നമുക്ക് തുടച്ച് കളയാനും പിന്നെ എണ്ണ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള. അതെ അതെ കറങ്ങി. അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഹാങ്കറിലെ വെച്ചത്. ഹാങ്കർ ഇങ്ങനെ തുറന്നിട്ടില്ലേ അതിൻ്റെ അകത്തേറ്റ് തുണി ഇടണം, ഷർട്ട് ഇടണം ഹാങ്കർ. ഇത് മതി നമുക്ക് കിച്ചണിൽ. ഒരുപാട് നാൾ ഉപയോഗിക്കാനുണ്ട് ഇത് അല്ലേ. ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇതിന് ഏകദേശം 140 എത്രയോ ഉള്ളു കേട്ടോ. 140 ഏതാണ്ടാണ്. 200 നല്ല ആൽമണ്ടാണ്, വലിയ ആൽമണ്ടാണ്. നമ്മളിവിടെ നിന്ന് ഭയങ്കര ചെറുതായിട്ടുള്ള ആൽമണ്ടാണ് തന്നത്. അത് വെച്ചിട്ട് ഇത് ഭയങ്കര ലാഭമാണിത്.
ഇതെല്ലാം ഫ്ലിപ്കാർട്ടിൻ്റെ ആണ്, കണ്ട ഇതൊക്കെ ഫ്ലിപ്കാർട്ടിൻ്റെ. ഫ്ലിപ്കാർട്ടിന്റെ ഉൽപ്പന്നമാണോ? ആ അവർക്ക് ഇതെങ്ങനെ കിട്ടണത്? അവര് ഇത് ബൾക്കായിട്ട് എടുക്കണത്. അത് പാരസിൻ്റെ ആണ്, ബാക്കി കപ്പലിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെ ആണ്. ഇതൊക്കെ വേറെ വേറെ കമ്പനിയുടെ. എന്ത് പഞ്ചസാര ഫ്രീ കിട്ടണത്. വേറൊരു സാധനം കൂടി ഫ്രീ തന്നെതാണ്. ഇത്തവണ അത് ഉണ്ടായിരുന്നില്ല, ചില സമയത്ത് എനിക്ക് സ്റ്റോക്ക് ഇല്ലടാ. അപ്പം അവർ ഏതെങ്കിലും ഒരു സാധനം തരും. അങ്ങനെ ഡിന്നറും എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോ കാര്യങ്ങൾക്കായിട്ട് പോയി. എല്ലാവരും മോളിൽ തന്നെയാണ് കേട്ടോ. ഞാൻ മാത്രമേ താഴ്ത്തുള്ളൂ. മോളിൽ നിന്ന് കളിയെല്ലാം കഴിഞ്ഞിട്ട് രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് റിച്ചാർഡ് റയനും താഴേക്ക് വരും. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഫ്ലാസ്ക് അല്ല, ഇത് നമ്മുടെ വാക്വം വാട്ടർ ബോട്ടിലാണ്, നമ്മുടെ ഇൻഡസ് വാലിയുടെ. അതിനകത്ത് ഇത്തിരി ചൂടുവെള്ളം, കുടിക്കാൻ പരുവത്തിനുള്ള ചൂടുവെള്ളം ഇട്ടിട്ട് ഞാൻ മുറി കൊണ്ട് വെക്കാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നേരെ ചൂടുവെള്ളം, ഒന്നാമത് മഴയൊക്കെ അല്ലേ, അങ്ങനെ കുടിക്കണത് ഇഷ്ടം. പിന്നെ ഞാനിപ്പോൾ ചെയ്തൊരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മസാല ബോക്സൊക്കെ ഇത്തിരി അഴുക്കായിട്ട് പൊടി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ മസാല പൊടികളൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ ആയിട്ട് കളറായിട്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് രണ്ടാമത് വെച്ച് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ആ വെള്ളമൊക്കെ നമ്മുടെ പ്യൂരിഫയറിൽ നിന്ന് എടുക്കാനുള്ളതൊക്കെ പാത്രങ്ങളിൽ നിറച്ചൊക്കെ വെച്ച്, എല്ലാ സ്ഥലത്തും നിറച്ചൊക്കെ വെച്ച്, അതൊരു പണിയാണ് അവിടെ നിൽക്കണം നമ്മൾ. അപ്പോൾ ആ വെള്ളം നിറക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഓയിലൊക്കെ ഒന്ന് റീഫിൽ ചെയ്യാമെന്ന് വിചാരിച്ച് അതുമൊക്കെ ചെയ്യണേണ്. ഒരെണ്ണത്തിൽ ബ്രാൻ ഓയിലും ഒരെണ്ണത്തിനകത്ത് കോക്കനട്ട് ഓയിലും. നമ്മൾ നേരത്തെ 1 ലിറ്ററിൻ്റെ എണ്ണ ഒഴിക്കണ ഓയിൽ ഡിസ്പെൻസർ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വെറും വേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒഴിക്കണ ആ അറ്റത്തെ സംഭവമില്ലേ, അത് രണ്ടിൻ്റെയും പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോയി. അത് മേടിച്ചൊരു കുറച്ച് ദിവസത്തിനുള്ളിൽ ഒടിഞ്ഞു പോയി. പിന്നെ നമുക്ക് അതിനകത്ത് ഓയിൽ ഇടാൻ പറ്റൂല, കാരണം അത് പെട്ടെന്നെങ്ങാനും നമ്മളറിയാതെ മറിഞ്ഞ് വീണ് കിടന്നിട്ടുണ്ടെങ്കിൽ ആ ഓയിൽ മൊത്തം ഒഴുകിപ്പോവും. അതുകൊണ്ട് പിന്നെ അത് യൂസ് ചെയ്യാതെ എടുത്ത് കളയുകയും ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഈ 1/2 ലിറ്ററിൻ്റെ ബോട്ടിലിൽ ഒഴിച്ചു കഴിഞ്ഞ് ബാക്കി 1/2 ലിറ്റർ നമ്മൾ ഈ നെയ്യുടെയൊക്കെ കുപ്പികളിൽ ഒഴിച്ചു വെക്കും കേട്ടോ. അതാവുമ്പോൾ മറിഞ്ഞ് വീണാലും ഒന്നും പോകില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. പിന്നെ ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ കുപ്പിയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് തുടച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് കിച്ചൺ ടവൽ പുതിയത് മേടിച്ചതുണ്ടല്ലോ, അത് വെച്ചൊന്ന് തുടക്കാമെന്ന് വെച്ച് തുടച്ചപ്പോഴേക്കും നല്ല ക്ലീനായിട്ട്, നല്ല ഒരു തരി പോലും അഴുക്കും എണ്ണയില്ല, അതെല്ലാം ക്ലീനായി കിട്ടിയിട്ട്. അപ്പോൾ അത് നല്ലൊരു സംഭവമാണ്. വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു കിച്ചൺ ക്ലോത്ത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ കൗണ്ടർ ടോപ്പിലൊക്കെ സ്പില്ലായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ അത് ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കാം കേട്ടോ. പിന്നെ അത് തുണി പോലെ കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ വേസ്റ്റിലേക്ക് ഇടാൻ പണി കുറഞ്ഞ് കിട്ടും. നേരത്തെ ഞാൻ മേടിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വിലയായിരുന്നു എന്നൊക്കെ, അതുകൊണ്ട് പിന്നെ അങ്ങനെ മേടിച്ചില്ല. പിന്നെ നമ്മൾ ഈ ഫുഡ് ഇങ്ങനെ പൊരിച്ചിടാൻ വേണ്ടിയിട്ട് ആ സ്ക്വയർ ആയിട്ടുള്ള കിച്ചൺ ടവലുകളിൽ അതാണ് മേടിക്കുന്നത്. അത് ഭയങ്കര വിലയാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാവുമ്പോൾ ഇത് ഫുഡ് സേഫുമാണ്, എല്ലാ കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് സൈലൻ്റ് ആയിട്ടിരിക്കണേല്ല, ആരും തന്നെ ഇല്ല. പപ്പ കാണുന്നുണ്ടെങ്കിൽ പപ്പ പ്രൈവസിയുടെ ആളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളിങ്ങനെ ഓടി നടക്കുന്ന സ്ഥലത്തൊക്കെ കിടന്നുറങ്ങാൻ താല്പര്യമില്ല. കാരണം നമ്മളുടെ ടോയ്ലറ്റിൽ തന്നെയാണ് റയനും റിച്ചാർഡും ഒക്കെ യൂറിൻ പാസ് ചെയ്യാൻ രാത്രിയൊക്കെ പറഞ്ഞത്. അപ്പോൾ തുറന്ന് കയറി വരെ ഇറങ്ങിയൊക്കെ ചെയ്യുന്നതൊന്നും പപ്പക്ക് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ പപ്പ മുകളിൽ റൂം അടച്ച് നേരത്തെ തന്നെ പോയി കിടക്കും കേട്ടോ. അപ്പോൾ പിന്നെ ആരും ഒരു ശല്യമില്ല. കുട്ടികളവിടെ മുകളിൽ നിന്ന് കളിച്ചാലും പപ്പക്ക് അതിൻ്റെ ശബ്ദമൊന്നും കേൾക്കാൻ പറ്റില്ല, കാരണം പപ്പ റൂം അടച്ചിട്ട് കിടക്കും. പണ്ട് മുതലേ അങ്ങനെയാണ്. അപ്പോൾ പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് പുള്ളിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഫ്രീ ആണ് താഴെ. അങ്ങനെ ഞാൻ ലൈറ്റൊക്കെ എല്ലാം ഓഫാക്കി. റൂബിന് ഇത്ര നേരം ഇട്ട് കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു റൂബി ബെഡ്റൂമിൽ വന്ന് കിടന്നിട്ടുണ്ടാകും, കാരണം ആരും ഇല്ലെങ്കിൽ അവൾക്ക് ധൈര്യമാണ്, ആരും ശല്യം ചെയ്യാനില്ല. അപ്പോൾ തണുപ്പൊക്കെ ആണെങ്കിൽ അവൾ ബെഡ്റൂമിലേക്ക് വന്ന് ഇരുട്ടത്തായാലും കിടക്കും. പക്ഷേ ഇന്നിപ്പോൾ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് റൂബിനെ കാണാനില്ല. അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ റൂബിതേ ചേട്ടന്മാരുടെ ഇതിൽ വന്ന് കിടക്കണ്. കാരണം അവൾക്ക് ചേട്ടന്മാരെ കാണണം, ആ ഒരു വിഷമത്തിലാണ് ആ കിടക്കണേന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അവർ വരാനായിട്ട് ലേറ്റ് ആകും. അങ്ങനെ ഞാൻ പിന്നെ അവളെ വിളിച്ച്, അങ്ങനെ അവൾക്ക് വരാൻ വലിയ താല്പര്യമില്ല, കാരണം ചേട്ടന്മാരിപ്പോൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവൾ അവിടെ കിടക്കണേണ്. റയൻ ചേട്ടൻ്റെ ബെഡിലാണ് കയറി കിടക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് റയൻ ചേട്ടനെ. അങ്ങനെ ഞാൻ വീണ്ടും വിളിച്ചപ്പോഴത്തേക്കും ആൾ പതുക്കെ വന്ന്. പിന്നെ ഞാനും കിടക്കുന്നത് കുറച്ച് ലേറ്റാകും, ഏകദേശം ഒരു 12 മണി കഴിയാതെ ഒന്നും മിക്ക ദിവസങ്ങളിലും കിടക്കാറില്ല. എന്തെങ്കിലുമൊക്കെ യൂട്യൂബ് വർക്ക് ഉണ്ടാകും. പിന്നെ നമുക്ക് നമ്മളുടേതായ കുറച്ച് ഇഷ്ടങ്ങൾ, വീഡിയോസൊക്കെ കാണാൻ, ബുക്ക് വായിക്കൽ, അങ്ങനത്തെ കാര്യങ്ങൾ, പത്രം നോക്കണമൊക്കെ ഈ സമയത്താണ് കേട്ടോ ഞാൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ടാകും. എങ്കിലും രാവിലെ ഞാൻ 5:30 എഴുന്നേറ്റും. കുട്ടികളാണെന്നുണ്ടെങ്കിൽ രാവിലെ 10 മണിക്കാണ് എഴുന്നേക്കണം. ആ ഒരു വ്യത്യാസം ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്ത് നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്